ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബീഫ് ഫ്രൈ റെസിപ്പി ചെയ്യാം. അതിന് വേണ്ട സാധനങ്ങൾ: ക്യാപ്സിക്കം ഒരു ഹാഫ്, സവാള ഒരു രണ്ടെണ്ണം സ്ലൈസ് ചെയ്തത്, പച്ചമുളക് 1. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് ഒരു പകുതി. ക്യാപ്സിക്കവും ക്യാരറ്റും ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. സവാള ഇതേപോലെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്രൈ ചെയ്യാനായതുകൊണ്ട് ഉള്ളി ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണമൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ബീഫ് ഞാൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറേശ്ശെ ചേർത്ത് വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത്രയും മൂത്താൽ മതിയാകും. സവാള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്ത കുരുമുളകാണ്. ഒരുപാട് അങ്ങ് പൊടിയായിട്ട് വേണ്ട, കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം. നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. കരണ്ട് പോയി ഇവിടെ. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കാം. ബീഫിനകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് പറ്റി വരട്ടെ. ഇത് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, ബീഫ് വേവിച്ചപ്പോൾ ഉള്ള വെള്ളം മാത്രമാണ്. ബീഫിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചായിരുന്നു. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് വെള്ളം പറ്റി വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിൻ്റെ വെള്ളം ഇല്ലാതെ ബീഫ് മാത്രം ഇട്ടിട്ടാകുമ്പോൾ ഇത്രയും സമയം എടുക്കില്ല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വെള്ളം ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. വെള്ളം ഇങ്ങനെ കിടന്നതിനകത്തിരുന്ന് വെന്ത് വറ്റിക്കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാലയും പെരുംജീരകവും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം.
ഞങ്ങൾക്ക് റൊട്ടിയുടെയും ബ്രെഡിൻ്റെയും കൂടെ കഴിക്കാനായിക്കൊണ്ട് ഈ ഒരു പരുവത്തിൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്.